തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്ന ആനയ്ക്ക് നീതി നൽകണം എന്നാവശ്യപ്പെട്ട് തൃശൂരിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. എഴുന്നള്ളിപ്പിക്കുന്നതിൽ നിന്നും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ വിലക്കിയ വനം വകുപ്പ് ഉത്തരവിനെതിരെയായിരുന്നു പ്രതിഷേധം. തുടർച്ചയായി ഇടയുന്ന സാഹചര്യത്തിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് നേരത്തെ വനം വകുപ്പ് താൽക്കാലിക വിലക്കേർപ്പെടുത്തിയിരുന്നു. പിന്നീട് ആനയെ പരിശോധിച്ച വിദഗ്ധ സമിതി ആഴ്ചയിൽ 3 ദിവസം എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കാമെന്ന് കാണിച്ച് വനം വകുപ്പിന് റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ട് പരിഗണിക്കാത്തതിലാണ് ആനപ്രേമികളുടെ പ്രതിഷേധം. അതായത് കേരളത്തിലെ നൂറ്റാണ്ടുകളായിട്ട് നടന്നു വരുന്ന ഉത്സവാഘോഷങ്ങൾ തകർക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നാട്ടാനകളിൽ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാട്ടാനയായിട്ടുള്ള തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ അനാവശ്യമായി നിരോധിച്ചുകൊണ്ട് കേരളത്തിലെ കഴിഞ്ഞ 2018 വരെ നടന്നുകൊണ്ടിരുന്ന ഉത്സവങ്ങൾ ചില സാങ്കേതികത്വം പറഞ്ഞ് നിർത്തലാക്കിക്കൊണ്ട് വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന അനീതിക്കെതിരെയാണ് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ഇന്ന് ഇവിടെ സായാഹ്ന പ്രതിഷേധ സംഗമം എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ സർക്കാരിനെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട് നിവേദനം നൽകിയിട്ടുണ്ട്. അദ്ദേഹം ചർച്ച നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഈ മാസം 15 മുതൽ ഉത്സവങ്ങൾക്ക് ഉടമകൾ ആനകളെ വിട്ടു നൽകില്ലെന്നും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. 15-ാം തീയതിക്ക് മുമ്പ് അതിൻ്റെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ 15-ാം തീയതി ഉത്സവ ആഘോഷങ്ങളിൽ നിന്ന് ആനകളെ പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികൾക്ക് കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷനും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും ആനത്തൊഴിലാളി സംഘടനകളെല്ലാം സംയുക്തമായിട്ടൊരു തീരുമാനം എടുക്കും. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ഒരു പരിഗണന ഉണ്ടായില്ലെങ്കിൽ ഈ ഏപ്രിൽ 15 മുതൽ വിഷു 1 മുതൽ യാതൊരു പൊതുപരിപാടികൾക്കും നാട്ടാനകളെ സ്വകാര്യ ആനകളെ നൽകാതെ ഫെഡറേഷനും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകും. തൃശ്ശൂർ പൂരടക്കം ഒരു പൂരങ്ങൾക്കും ഞങ്ങൾ ആനകളെ കൊടുക്കില്ല. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ആനയാണ് തെച്ചിക്കോട്ടുകാവ് ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. പ്രായം 50 മുകളിലുണ്ട്. ഏറെ ആരാധകരാണ് ഈ കരിവീരനുള്ളത്. തെരഞ്ഞെടുപ്പ് കാലമാണ്. ആനപ്രേമികൾ ഇടഞ്ഞാൽ അത് ആന ഇടയുന്നതിനേക്കാൾ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ജില്ലയിലെ മുൻനിര രാഷ്ട്രീയ നേതാക്കളുടെ മുഴുനീള പങ്കാളിത്തം ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഈ ചടങ്ങിനുണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ സാദിഖ് പാർക്കലൊപ്പം ജയേഷ് രാഘവൻ, മീഡിയ 1.